ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഒപ്പം ചേർത്ത് നിർത്തിയ ഹൃദയക്കുമ്പിളിൽ ആരും പുറത്താകരുതെന്ന ദൃഢനിശ്ചയത്തിൻ്റെ കൽഹാരക്കരുത്ത് കരുതിയത് കേരള ജനതയെ ആകെ. ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി അതിദാരിദ്ര്യമുക്തിയിൽ 64,000-ത്തിലധികം കുടുംബങ്ങൾ എത്തി. കേരളത്തിലെ സാധാരണക്കാരന് അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്താനുള്ള സഞ്ചാരാവകാശത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തി മഞ്ഞക്കുറ്റികൾ പറിച്ച് സായുജ്യമടഞ്ഞ പ്രതിലോമ പിന്തിരിപ്പൻ സമരമാർഗത്തിൻ്റെ വക്താക്കളാകെ അതിദാരിദ്ര്യമുക്തിക്കെതിരെ അപനിർമ്മിതി ചമച്ചു, ഇപ്പോഴും ചമയ്ക്കുന്നു. കോൺഗ്രസും BJPയും പരസ്പരം മത്സരിച്ച് മലയാളിയുടെ വികാസത്തിൻ്റെ നെഞ്ചകങ്ങളിൽ ഇടങ്കോലിട്ടു. ഇതാ കേട്ടോളൂ, രാജ്യത്തിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ അതിദാരിദ്ര്യമുക്തിയെ പ്രകീർത്തിക്കുന്നു. മാതൃകാപരമെന്ന് പഠന റിപ്പോർട്ടിൽ പറയേണ്ടി വരുന്നു. ഇനി നിങ്ങൾ എന്തു പറയും പ്രതിപക്ഷമേ? 125 രാജ്യങ്ങളിൽ നടക്കം പ്രതിനിധികളെത്തി നവകേരള നിർമ്മിതിയുടെ വികാസം വാനോളം സാധ്യതയാക്കുമ്പോൾ അതിലും നിങ്ങൾ ബഹിഷ്കരണം പുലമ്പി മാറി നിൽക്കുന്നു. വെടിയുതിർത്ത് വീഴേണ്ടി വരുന്ന വൈര്യനിര്യാതന ബുദ്ധിയുടെ ഇരകൾ വീണ്ടും പിറക്കുന്നു. കേന്ദ്ര സർക്കാർ മിഷനറി പോലും അത്തരം ഉപയോഗങ്ങൾക്ക് ആയുധമാക്കുന്നു. ഒപ്പം വിവരാവകാശ നിയമം പോലും ഇതാ മീസാങ്കല്ലിട്ട് കുഴിച്ചു മൂടാൻ പോകുന്നു. എന്നാൽ പാർശ്വവൽകൃതരെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ സർവ്വതലങ്ങളിലേക്കും പടർന്നൊഴുകാൻ വികസനം മുഖമുദ്രയാക്കി സംസ്ഥാന സർക്കാർ നീങ്ങുമ്പോൾ കേരളത്തെ ആകെ പ്രതിപക്ഷത്ത് നിർത്തി കോൺഗ്രസും BJPയും ഇതെങ്ങോട്ട്? ബജറ്റിലെ ജനകീയത പ്രതിഫലിച്ചപ്പോൾ ഹൃദയപക്ഷത്തിനെതിരെ തൂങ്ങിച്ചാവൽ സിദ്ധാന്തം അവതരിപ്പിച്ചവരുടെ പിന്മുറക്കാർ അത് പിൻവലിച്ചു മുങ്ങുന്നു. അങ്ങനെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ പ്രിയങ്കരാക്കി പാരടി ചമയ്ക്കുന്നു. അതിദാരിദ്ര്യം ഉപേക്ഷിക്കാത്ത പ്രതിപക്ഷങ്ങൾക്ക് ഇനി എത്ര ആയുസ്? നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: SK സജീഷ്, മുതിർന്ന CPIM നേതാവ്; സേനാപതി വേണു, മുതിർന്ന കോൺഗ്രസ് നേതാവ്; ഒപ്പം S നന്ദു, BJP നേതാവ്; ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ആദ്യം ശ്രീ S നന്ദു, BJP പ്രതിനിധിയിലേക്ക്. S നന്ദു, ഇന്ന് മന്ത്രി MP രാജേഷ് പ്രതിപക്ഷത്തെ മീൻസ് BJP സംസ്ഥാന പ്രസിഡന്റിനെയും ഒപ്പം VD സതീശനെയും വെല്ലുവിളിച്ച് ചില കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. MP രാജേഷിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത് അതിദാരിദ്ര്യമുക്തി അത് കേരളം കൊണ്ടുവരുമ്പോൾ 64,000-ത്തിലധികം കുടുംബങ്ങൾ അതിൽ പെടുമ്പോൾ പല വിധത്തിലും അതിനെതിരെ പറഞ്ഞവരാണ് BJPയുടെ നേതാക്കളും BJPയും ഒപ്പം കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ. പക്ഷേ ദേശീയ സാമ്പത്തിക സർവേയിൽ അത് മാതൃകാപരമെന്ന് അടയാളപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിൽ ഇനി നിങ്ങൾ എന്തു പറയും എന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു MP രാജേഷ് പറഞ്ഞത്. സർക്കാരിന് വേണ്ടി എന്ത് പറയും നിങ്ങൾ? അതിദാരിദ്ര്യമുക്തം ആക്കി സംസ്ഥാനത്തെ MP രാജേഷിൻ്റെ ആ വാക്കുകളൊന്ന് കേൾപ്പിക്കാം. ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ, ബജറ്റിന് തൊട്ട് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ്. ഏറ്റവും ആധികാരികമായിട്ടുള്ള സുപ്രധാനമായ രേഖയാണ്. ആ രേഖയിൽ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ഞാൻ ഇന്ന് രാവിലെ പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ, ടെലിവിഷൻ ചാനലുകൾ കാണുകയുണ്ടായില്ല, പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന അത്തരമൊരു വാർത്ത കണ്ടതേയില്ല. നല്ല വാർത്ത ആയതുകൊണ്ടാണോ എന്നറിയില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്.
നന്ദു കേട്ടല്ലോ, എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ BJP സംസ്ഥാന അധ്യക്ഷനെ പറയാനുള്ളതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കും. രാജീവ് ചന്ദ്രശേഖരൻജിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ട് രാജീവ് ചന്ദ്രശേഖർജി വളരെ കൃത്യമായിട്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് ശ്രീ MP രാജേഷിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതിലൊന്നും പേടിക്കണ്ട. പിന്നെ അത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർജി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ എങ്ങനെ പറയും? അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഈ MP രാജേഷിനെ പോലെയുള്ള വളരെ മുതിർന്ന CPM-ന്റെ നേതാക്കന്മാരുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞോട്ടെ ശ്രീ MP രാജേഷിനെ പോലെയുള്ള ആളുകളുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരിടത്ത് എവിടെയെങ്കിലും ഒരു പരാമർശം കിട്ടിയാൽ അതിൽ പിടിച്ച് കയറുകയും ഞാൻ പറഞ്ഞോട്ടെ ചേട്ടൻ ഓരോ വാക്കിലും പിടിക്കാതെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത്ര അസഹിഷ്ണുതയുടെ ആവശ്യമില്ലെന്ന് ഇത്ര അസഹിഷ്ണു അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കണക്കുകളും താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ വർത്തമാനങ്ങളും MP രാജേഷ് ശിരസിൽ തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ തയ്യാറാണല്ലോ. അത് മാറ്റരുത്. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും താങ്കൾ മാറ്റരുത്. അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെ ഒരു ശ്ലാഘനീയമായ വാക്കുകൾ വന്നപ്പോൾ ഇനി കേരളത്തിന്റെ മന്ത്രിമാർക്കോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ ഈ പറയുന്ന കേരളത്തിലെ സാധാരണക്കാരനോട് കേന്ദ്ര സർക്കാരിന് ചിറ്റമ്മ നയമാണ് എന്ന രാഷ്ട്രീയ വാചകം ഇനി പറയില്ലല്ലോ അല്ലേ? അതൊക്കെ ഓക്കെ ആണല്ലോ. ഇനി ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത കാര്യം, അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത കാര്യം ഇതാണ്. അതായത് രാജ്യത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ രാജ്യം വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2005 5.3% ഇന്ന് ഏതാണ്ട് 11.28% കുറയുന്നു. അതിൽ മാതൃകാപരമായി പെരുമാറിയിട്ടുള്ള ആളുകളെ അതിനകത്ത് അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞ പോയിന്റ് അവിടെ നിലനിൽക്കുകയാണ്. 60,000 പേര് മാത്രമാണോ അതിദാരിദ്ര്യ വിമുക്തമാകേണ്ടത് എന്ന ചോദ്യമാണ് ഞങ്ങൾ അന്ന് റൈസ് ചെയ്തത്. ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ആ ചോദ്യം ഞങ്ങൾ ഇന്നും റൈസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും തർക്കമില്ല. ഇനി ആ അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് പോകുമ്പോൾ കേരളത്തിന് ആ അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് പോകാൻ കാരണമായി നിന്നത്, പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് അത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദിയുടെ സർക്കാരാണ്, BJP സർക്കാരാണ്. ആ സ്റ്റാൻഡ് ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ സ്റ്റാൻഡ് ഇന്നുമുണ്ട്. അത് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് അവർ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടേണ്ട എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടിയിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ വിരോധവുമില്ല. പക്ഷേ 60,000 പേരിൽ മാത്രം ചുരുങ്ങുന്നിടത്ത് ഞങ്ങൾക്ക് കൃത്യമായ എതിർപ്പുണ്ട്. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അത്രയും മാത്രമല്ല, ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പട്ടിണി മരണങ്ങളിലടക്കം മരണപ്പെട്ട പല ആളുകളുടെയും കാര്യങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ, ചികിത്സ കിട്ടാതെ മരിക്കുന്നവരടക്കമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ആ വിഷയങ്ങളിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഒരു 64,000 പേരെ കാണിച്ചുകൊണ്ട് കേരളം അതിദാരിദ്ര്യ വിമുക്തമാക്കൂ ആയി എന്ന് നിങ്ങൾ അതിദാരിദ്ര്യമുക്തിയാണ്. അതാ ഞാൻ പറഞ്ഞേട്ടാ, അതിദാരിദ്ര്യ വിമുക്തി ആയി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെ അങ്ങനെ അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. 64,000 ആയല്ലോ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ 60,000 നിങ്ങൾ പറഞ്ഞ കണക്കാണ് 60,000. ഞാൻ അതിന്റെ ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും ഇറങ്ങിയിട്ടില്ല. 60,006 കുടുംബങ്ങൾ ചേട്ടാ, 60,006 കുടുംബങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ കണക്കാണ്. ഞാൻ അതിനെ വലുതാക്കുന്നുമില്ല ചെറുതാക്കുന്നുമില്ല. ഞാൻ രണ്ടും ആക്കാതെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കണക്കിൽ അത് മാത്രമല്ല, അവർ മാത്രമല്ല ദാരിദ്ര്യ വിമുക്തരാവേണ്ടത്, അവരായതിൽ തെറ്റുണ്ട് എന്നുള്ള പിന്നെ എത്ര പേരാണ്? BJP-യുടെ കണക്കുണ്ടോ? അല്ല, ഞാൻ BJP-യുടെ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളല്ല ഭരണത്തിലിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഭരണത്തിലിരുന്ന് ഞങ്ങൾ ഈ പോളിസി എല്ലാം മേക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്തിരുന്ന് നിങ്ങൾ നടത്തിയതുപോലെ ഒരു 6-7 കമ്മിറ്റികൾ വെച്ച് റിസർച്ച് നടത്തിയിട്ടാണെങ്കിൽ ഞങ്ങൾ ആ കണക്ക് പറയാം. പക്ഷെ ഞങ്ങൾ നിലവിൽ ദൗർഭാഗ്യവശാൽ ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ മാത്രമല്ല അതിദരിദ്രരായി ഉള്ളതെന്ന് എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്, അതുകൊണ്ട് അതിദാരിദ്ര്യരാണ്, അവരെ ഇതാ മുക്തിയിലേക്ക് എത്തിച്ചു എന്നാണ് സർക്കാർ പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു പരിശോധന നടത്താതെ BJP-ക്ക് എങ്ങനെയാണ് 64,006 കുടുംബങ്ങളല്ല അതിൽ കൂടുതലുണ്ട് എന്ന് പറയാൻ? ഞാൻ ചേട്ടനോട് വളരെ സിമ്പിളായി എൻ്റെ ഒരു സംശയം, ഒരു സാധാരണക്കാരൻ, BJP എന്നുള്ള ടാഗെ മാറ്റിക്കോളൂ, സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഈ കേരളത്തിനകത്ത് 64,004 പേരെ അല്ലെ 60,004 പേരെ നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തിയിൽ എത്തിച്ചു.
ഇന്ന് കേരളം നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തിയിൽ പറയുന്ന കാരണങ്ങൾ റൈസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് അതിനെ പരിശോധിക്കുന്നത്, അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശോധിച്ചതെന്നുള്ളത് താങ്കൾ തന്നെ പല ചർച്ചകളിലും പറയുന്നതാണ്. അതിലൊന്ന് പാർപ്പിടമാണ്, ഒന്ന് കുടിവെള്ളമാണ്, ഒന്ന് നല്ല തൊഴിലാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ആഹാരം കഴിക്കാനുള്ള അവൻ്റെ ശേഷിയാണ്. ഈ 3 കാര്യങ്ങൾ അല്ല, ആഹാരം കിട്ടുക, അവന് ദൈനംദിനം ആഹാരം കിട്ടുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളിലും ഇന്ന് കേരളത്തിനകത്ത് നിങ്ങൾ കടത്തിവിട്ട അതിദാരിദ്ര്യ വിമുക്തിയിൽ നിന്ന് കടത്തിവിട്ടു എന്ന് കേരളം അവകാശപ്പെടുന്ന 60,004 പേർക്ക് അപ്പുറത്ത് ആരുമില്ല എന്നൊരു വാദം താങ്കൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാദം തിരിച്ചെടുക്കാനും മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. അതാണല്ലോ അതാണ് ചോദ്യം. അതാണ് എന്റെ ചോദ്യം. ഇതേ ബാലഗോപാലിന്റെ ഈ കൊട്ടാരക്കര ടൗണിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിക്കകത്ത് താങ്കൾ എൻ്റെ കൂടെ വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ അത്തരം ആളുകളെ കാട്ടിത്തരാം. അതായത് ദാരിദ്ര്യരല്ല, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയാണ്, അതിദാരിദ്ര്യരല്ല, ദരിദ്രരല്ല. ആ ക്രൈറ്റീരിയക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം നമ്മൾ നന്ദു അടക്കം വരുന്ന താങ്കൾ ചർച്ച ചെയ്ത ക്രൈറ്റീരിയയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പാർപ്പിടം, ഒന്ന് ഭക്ഷണം, ഒന്ന് ശുദ്ധജലം, ഒന്ന് അവന്റെ സമ്പാദ്യം അല്ലെങ്കിൽ അവന്റെ തൊഴിൽ. ഈ 4 നിങ്ങൾ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 4 ഇപ്പോൾ ഈ 60,004 പേരെ നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തി എന്ന് മാറ്റിയല്ലോ, അവരെ മുക്തരാക്കിയല്ലോ. അതിനുശേഷം ആരുമില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞാൻ തെറ്റാണെന്ന് വെറുതെ അതായത് 100 പേർ പട്ടിണി കിടക്കുന്നു. അതിൽ ഏറ്റവും പട്ടിണിയുടെ തീവ്രതയുള്ളവരെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഒരു 100 പേർ പട്ടിണി കിടക്കുന്നുവെങ്കിൽ ആ പട്ടിണി കിടക്കുന്നതിൽ കൂടുതൽ തീവ്രതയുള്ളവർ, അതായത് ഒരു തരത്തിലും അവരുടെ ദാരിദ്ര്യത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു വിധത്തിലും പുഷ് ചെയ്യാൻ ഊർജമില്ലാത്തവരായ 50 പേരെ എടുത്തിട്ട് അല്ലെങ്കിൽ 40 പേരെ എടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ ബാക്കി ഉള്ളവരാരുമില്ലേ, 100 പേർക്കും കൊടുത്തില്ലല്ലോ എന്ന് കുറ്റം പറയുന്നത് ശരിയാണോ? ഈ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ തർക്കിക്കല്ല, ഞാൻ ചോദിക്കട്ടെ. അതായത് അതിദാരിദ്ര്യ മുക്തി എന്നതിലേക്ക് സർക്കാർ എത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം നിരവധി ഘട്ടങ്ങളിലൂടെ അവർ ഒരു ക്രൈറ്റീരിയ വെച്ച് രൂപപ്പെടുത്തിയതാണ്. ദരിദ്രരല്ല, അതിദരിദ്രർ. അതിന് പ്രത്യേക മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡപ്രകാരം അതിദരിദ്രരായ 64,006 കുടുംബങ്ങളെ കണ്ടെത്തുന്നു. അവരെ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് മുക്തരാക്കുന്നു. ഇതാണ് ആ പദ്ധതി. നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുമില്ലാതെ എങ്ങനെയാണ് 64,006 കുടുംബങ്ങളല്ല, അതിനപ്പുറം അതിദരിദ്രരുണ്ട്, അവരിലേക്ക് സഹായം എത്തിയില്ല എന്ന് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇനി നന്ദു പറഞ്ഞത് പ്രകാരം കൂടുതൽ പേരുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ 64,000 പേരെയെങ്കിലും അല്ലെങ്കിൽ 64,000 കുടുംബങ്ങളെങ്കിലും അതിൽ നിന്ന് മുക്തിയിലേക്ക് എത്തിക്കാനായില്ലേ? ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുകയാണല്ലോ, അതവിടെ തീർന്നില്ലല്ലോ. ഫുൾ സ്റ്റോപ്പ് ഇട്ടോ ആ പ്രോസസ്. ഇനി എനിക്ക് പറയാലോ. ഇനി ഞാൻ പറയുന്നത് താങ്കൾ ഒരു 5 മിനിറ്റ് കേൾക്കണം. അതായത് 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് കൊണ്ട് കേൾക്കണം. അതായത് താങ്കൾ പറഞ്ഞതുപോലെ പട്ടിണിയുള്ള ഒരു 5 പേരുണ്ട്. ഈ 5 പേർക്കും പട്ടിണിയാണ്. എൻ്റെ കണക്കിൽ പട്ടിണിയാണ്. അവൻ്റെ വയറെരിയുന്നതാണ് പട്ടിണിയായി ഞാൻ കാണുന്നത്. അതിൽ 3 പേരെ ഞാൻ സംരക്ഷിക്കും, 2 പേർ പട്ടിണി കിടന്നോട്ടെ എന്നുള്ള രാഷ്ട്രീയം അത് എന്ത് രാഷ്ട്രീയമാണ്? ചേട്ടൻ പറഞ്ഞ അങ്ങനെയാ. അവർക്ക് ഇനി അവസരമുണ്ട്. ബാക്കിയുള്ളവരെ 64,004 കുടുംബങ്ങളെ നിങ്ങൾ പട്ടിണിയിൽ നിന്ന് കയറ്റി, അതിദരിദ്രരിൽ നിന്ന് കയറ്റിവിട്ടു. അതിൽ എത്ര പേർക്കാണ് നിങ്ങൾ പട്ടിണി മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്? ഒന്ന്. അതിൽ എത്ര പേർക്കാണ് നിങ്ങൾ തലചായ്ക്കാനുള്ള ഇടം ഉണ്ടാക്കി കൊടുത്തത്? ഇതിൽ എത്ര പേർക്കാണ് രേഖ ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആധാർ, റേഷൻ കാർഡ്, ഇങ്ങനെ രേഖ ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ഇവർ അതിദാരിദ്ര്യ വിമുക്തരായി എന്ന് നിങ്ങൾ പറയുന്നത്? ഈ കണക്കുകൾ നിങ്ങൾ വയ്ക്കുന്ന സമയത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത്, കേരളത്തിന്റെ പൊതുമനസ്സിനകത്ത് ചില സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ സാധിച്ച ഒന്ന്. അപ്പോൾ ആദ്യം കിടന്ന പട്ടിണി കിടന്നവനോട് അവന് ആധാർ കാർഡും ഈ പറയുന്ന റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പട്ടിണിയും അവൻ്റെ കിടപ്പാടമില്ലായ്മയും അവൻ്റെ ശുദ്ധജല വിതരണത്തിനുള്ള സാഹചര്യവും അവന് നല്ല സ്വയം തൊഴിലും കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിദാരിദ്ര്യ വിമുക്തമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? അതാണ് ചോദ്യം. ഇനി പുറകിൽ നിൽക്കുന്നവർക്ക് എന്താണ് അവസരം? അത് ഒരു ചോദ്യമല്ലേ? അതായത് അടിസ്ഥാനപരമായി അതിന്റെ മറുപടി സജീഷ് പറയട്ടെ, SK സജീഷ് പറയട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ മറുപടി
എസ് നന്ദു, യഥാർത്ഥത്തിൽ ഈ ദാരിദ്ര്യ പ്രക്രിയകളുടെ ലഘൂകരണം, ദാരിദ്ര്യ ലഘൂകരണ പ്രക്രിയകൾ അത് ഈ അതിദാരിദ്ര്യ മുക്തിയോടുകൂടി തീരുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഈ അതിദരിദ്രർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി തടസ്സപ്പെടുത്തി ഉള്ള സമഗ്ര നീക്കമാണ് താങ്കൾ നടത്തുന്നതെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. താങ്കളൊരു മാധ്യമ പ്രവർത്തകൻ. അതെ, അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ സഖാവ് ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം പ്രഖ്യാപിക്കുന്ന വേളയിൽ പറഞ്ഞത് അതിദരിദ്രരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ അതിദരിദ്ര വിമുക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. കേരളം ഇനി അതിദരിദ്ര സംസ്ഥാനമാണ് എന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ കേട്ടത്. അതിദരിദ്ര മുക്തിയാണ്. സ്റ്റേറ്റ്മെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും രണ്ടാണ്. അല്ല, തെറ്റാണത്. അത് തെറ്റാണ്. കുടുംബങ്ങൾ അതിദരിദ്രരാണ്, അവരെ മുക്തിയാക്കി കേരളം അതിദാരിദ്ര്യ മുക്തമായി. പക്ഷേ ആ ദാരിദ്ര്യ ലഘൂകരണ പ്രക്രിയകൾ ഇനിയും തുടരും. മാത്രമല്ല ഈ അതിദരിദ്രർ വീണ്ടും ദരിദ്രരാകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് അതുകൂടി ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ തുടരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. താങ്കൾ പകുതിയെ പറഞ്ഞു. ഞാൻ എസ് കെ സജീഷിലേക്ക് പോകുന്നു. മറുപടി പറയട്ടെ. എസ് കെ സജീഷ് മറുപടി പറയട്ടെ. സജീഷ് അദ്ദേഹത്തിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറയാം. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കേരളം അതിദാരിദ്ര്യ മുക്തമായി എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനിയും അടുത്ത ആളുകൾക്ക് അവസരമുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നാണ് എന്റെ ചോദ്യം. അതെങ്ങനെയാണെന്നാണ് എന്റെ ചോദ്യം. മുഖ്യമന്ത്രി പറയാണ് കേരളം അതിദാരിദ്ര്യ മുക്തമായി എന്ന് പറയുകയും താങ്കൾ പറയാണ് അങ്ങനെ അല്ല, ഇനി അടുത്തൊരു ടീമിനൂടെ അവസരമുണ്ട്, അവരെ ഇനി അടുത്ത് പരിഗണിക്കും. എന്ന് പരിഗണിക്കും? ദാരിദ്ര്യം എന്താണ്, അതിദാരിദ്ര്യം എന്താണ്, അതിദാരിദ്ര്യ മുക്തി എന്ന പദ്ധതി എന്താണ് എന്നതിനെ കുറിച്ച് നന്ദുവിന് അറിയാമെങ്കിലും പക്ഷേ അറിയുന്നതായി നടിക്കുന്ന ഒരു ഭാവവും നന്ദു കാണിക്കുന്നില്ല. അത് നന്ദുവിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. അതിദാരിദ്ര്യവും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളും അതിദാരിദ്ര്യ മുക്തിയും ഒക്കെ എന്താണെന്ന് വേർതിരിച്ചറിയാവുന്ന ആളാണ് എസ് നന്ദു. പക്ഷേ ദേശീയ സാമ്പത്തിക സർവേ വായിച്ചോളൂ. ഞാൻ എസ് കെ സജീഷില്ല, നമ്മൾ അങ്ങനെ തർക്കിച്ച സമയം കളയുന്നില്ല. എസ് കെ സജീഷ് അതായത് നമ്മുടെ ചർച്ചയുടെ പകുതി ഭാഗം തീരാൻ വേണ്ടി പോവുകയാണ്. അതാണ്. പറഞ്ഞോളൂ, താങ്കൾക്ക് മറുപടി പറയാം. അല്ല, നമ്മുടെ ചർച്ചയുടെ പകുതി ഭാഗം ഏതാണ്ട് തീരാൻ വേണ്ടി പോവുകയാണ്. അജിൻസ് എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല. നന്ദുവിന് അങ്ങനെ പറയാൻ കഴിയൂ. നന്ദു BJPയുടെ പ്രതിനിധിയാണ്. അതിദാരിദ്ര്യമോ ദാരിദ്ര്യമോ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതമോ ആ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കലോ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കടുത്ത വലതുപക്ഷ തീവ്രമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ അധികാരത്തിലിരിക്കുമ്പോൾ നടപ്പിലാക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരും പണക്കാരെ കൂടുതൽ പണക്കാരുമാക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള നയങ്ങളാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തുള്ള മുതലാളിത്ത രാജ്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന നയങ്ങൾ അതിരൂക്ഷമായി നടപ്പിലാക്കിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ദാരിദ്ര്യം പ്രശ്നമില്ല. മുതലാളിത്തത്തിൻ്റെ ആശയം തന്നെ അർഹതയുള്ളവർ അതിജീവിക്കുക എന്നതാണ്. അർഹതയില്ലാത്തവർ ഇല്ലാതായി പോകും ക്രമേണ. ലോകത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യമെങ്കിലും ദാരിദ്ര്യാവസ്ഥ പൂർണ്ണമായി ലോകത്ത് തുടച്ചു നീക്കാൻ എളുപ്പമൊന്നുമല്ല. അതിദാരിദ്ര്യാവസ്ഥയെ തുടച്ചു നീക്കണം എന്ന ആഹ്വാനം ഉണ്ടാകുന്നത്. ആ ആഹ്വാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ഇടം ഉണ്ടായിരുന്നത് ചൈനയായിരുന്നു. ചൈനയിലെ അതിദാരിദ്ര്യം അവർ തുടച്ചു നീക്കി. ആ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതേ പ്രവർത്തനം നടത്താൻ 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ആദ്യ ക്യാബിനറ്റ് യോഗം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചു. ആ തീരുമാനമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലനിൽക്കുന്ന ചെറിയൊരംശത്തെ കൂടി അതിദാരിദ്രരായ ചെറിയൊരംശത്തെ കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അതിദാരിദ്ര്യം മുക്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനം. അത് വിവിധ ഘടകങ്ങളായിരിക്കും. അതായത് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ദാരിദ്ര്യപൂർണമായ വിവിധ ഘടകങ്ങൾ കൊണ്ട്. അത് ചിലപ്പോൾ രോഗ അവസ്ഥ കൊണ്ടായിരിക്കും. ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്ന അന്തരീക്ഷം ആ കുടുംബത്തിലുണ്ടാവില്ല. കുടുംബത്തിലുള്ള ആളുകളെല്ലാം ഒരേപോലെ രോഗബാധിതരും
ഭക്ഷണം പോലും കഴിക്കാൻ ശേഷിയില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ അവർക്ക് വരുമാന മാർഗങ്ങളുണ്ടായേക്കാം. അവരുടെ അതിദാരിദ്ര്യം പരിഹരിക്കപ്പെടേണ്ടത് ആ നിലയിലായിരിക്കും. അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളും ഏതാണോ ഘടകം ആ ഘടകം ദാരിദ്ര്യത്തിൻ്റെ ഘടകങ്ങൾ പരിശോധിച്ച് അതിദാരിദ്ര്യത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന മാനദണ്ഡങ്ങൾ തയ്യാറാക്കി ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സർവേ നടന്നു. ആ സർവേയുടെ ഭാഗമായി 3 ഘട്ടങ്ങളിലായി 17,000-ഓളം റിസോഴ്സ് പേഴ്സൺമാർ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി. ആ പഠനത്തിലൂടെയാണ് ഈ പറയുന്ന 64,006 പേരെ കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ആളുകളെ അവരുടെ എന്താണോ അവരുടെ അതിദാരിദ്ര്യ സാഹചര്യം ആ സാഹചര്യത്തെ മുക്തമാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ പ്രക്രിയ തുടരേണ്ടതാണ്. കാരണം എന്താണ്? നമ്മൾ മുക്തമാക്കിയ ആളുകൾക്കും അവർക്ക് ഇപ്പോൾ ചില വീടുകളിൽ 2 പേർ മാത്രം, ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ പ്രായമായ 2 പേർ മാത്രം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ശേഷിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ആ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത്, അവർക്ക് ഭക്ഷണം നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രക്രിയ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോകാതിരിക്കാനുള്ളൊരു തുടർ പ്രക്രിയയാണിത്. ഇതൊന്നും നടപ്പിലാക്കാത്തവർക്കോ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാത്തവർക്കോ ഇതൊന്നും അജണ്ടയായി പോലും കരുതാത്തവർക്കോ മനസ്സിലാകുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചർച്ചയിൽ 20 മിനിറ്റിലധികം ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ അത് ഗുണകരമാകില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ അതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. രാജ്യത്ത് ഇപ്പോൾ BJP പ്രതിനിധി പറയുമ്പോൾ അവരുടെ എന്തോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള നിലയിൽ കാണരുത്. ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗമാണ് നടക്കുന്നതെങ്കിൽ അത് BJP ഗവൺമെൻറ് നയമാണ്. പക്ഷേ പൊതുവെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അവലോകനം ചെയ്യുന്ന റിപ്പോർട്ടാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തെ അഭിനന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റ് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയല്ല ചെയ്യേണ്ടത്. മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നാം എല്ലാവരും അതിൽ ആഹ്ലാദിക്കുകയും അതിൽ സന്തോഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ സന്തോഷം ഉണ്ടാകാത്തവരാണ് BJPയും കോൺഗ്രസും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഗ്രാമീണ മേഖലയുടെ വികസനത്തെക്കുറിച്ചും സാമൂഹ്യ മുന്നേറ്റത്തെക്കുറിച്ചും കേരളത്തിനുണ്ടായ മുന്നേറ്റത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു. ആ പരാമർശം മലയാളികൾക്കാകെ അഭിമാനമാണ്. അവിടെ മലയാളികൾക്ക് അഭിമാനമായ ആ സാഹചര്യം സൃഷ്ടിച്ച ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് താല്പര്യം തോന്നും. അതുകൊണ്ട് അതിനെയൊന്നും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ചുരുക്കി അതിൽ പറയാനുള്ളത്. മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മാതൃകയായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു. പ്രതിപക്ഷത്തിന് വിഷയത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് വിവാദത്തിലൂടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഈ സംവിധാനങ്ങളെയും ഇകഴ്ത്താമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. അതിനവരെ ആവോളം പിന്തുണയ്ക്കാൻ കഴിയുന്ന മാധ്യമങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ കോവിഡ് കാലത്ത് ഡാറ്റ വിറ്റു എന്ന് പറഞ്ഞ് സ്പ്രിംഗ്ലർ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്തല്ലോ. കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരെല്ലാം ആഞ്ഞടിക്കുകയായിരുന്നു UDFന് വേണ്ടി, BJPക്ക് വേണ്ടിയെല്ലാം. ഇവരെല്ലാവരും കേസിന് പോയല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേസ് പോയി. ഡാറ്റ ചോർന്നിട്ടില്ല, ഡാറ്റ ചോർത്തുക എന്ന ഉദ്ദേശം സർക്കാരിനുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പോസിറ്റീവായി ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് കോടതി ആ വിഷയം തള്ളിക്കളഞ്ഞപ്പോൾ അന്ന് വാചാലരായ മാധ്യമപ്രവർത്തകർക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് വിഷയം. വിഷയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിൻ്റെ പര്യവസാനം എന്ത് എന്ന് ആലോചിക്കുന്നില്ല. കോടതിയിൽ നിത്യേന ഇവർക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുക, അതിനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കുക, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വരട്ടെ, അതിനൊന്നും തയ്യാറാകാതെ വിവാദങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട രീതി. അതിന് നാം കാണേണ്ടത് ഇപ്പോൾ ചില കാര്യങ്ങൾ അജിൻസ് പറയേണ്ടതുണ്ട്. കാരണം ഞാൻ പറയാം, അജിൻസ് അങ്ങനെയല്ല, അങ്ങനെ തിരിച്ചെത്തിയാൽ പോരാ. കാരണം കുറച്ചധികം സമയം, ഇപ്പോൾ 20 മിനിറ്റ് സമയം BJP പ്രതിനിധിയുമായിട്ടാണ് ഈ ചർച്ചയിൽ ചെലവഴിച്ചത്. ഏതാണ്ട് സാമാന്യമായി കുറച്ച് സമയം കൂടി എനിക്ക് അനുവദിക്കണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഇവിടെ ഇത്തരം വികസനത്തെക്കുറിച്ചും സാമൂഹ്യക്ഷേമത്തെക്കുറിച്ചുമെല്ലാം ചർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിലൊരു ഗവൺമെൻറ് ഇവിടെയുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. നമ്മുടെ കേരളത്തിൽ ബുൾഡോസറുകൾ കടന്നു വരുന്നില്ലല്ലോ. ബുൾഡോസറുകൾ വന്ന് ചേരികൾ നികത്തിക്കളയുന്ന പ്രദേശമല്ല കേരളം. G8 ഉച്ചകോടി ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുമ്പോൾ മോദി ചെയ്തത് മതിലുകൾ കെട്ടിയും ടാർപോളിൻ കെട്ടിയും ചേരികൾ മറച്ചതാണ്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്യുന്നത് ചേരികൾ മതിലുകൾ കെട്ടി മറയ്ക്കുകയല്ല. ആ ചേരികളിൽ നിന്ന് മനുഷ്യരെ വാനോളം ഉയർത്തി അവരുടെ സ്വപ്നങ്ങളെക്കാൾ വലിയ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് അവരെ താമസിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയാണുള്ളത്?
ഇന്ത്യയിൽ എവിടെയില്ലല്ലോ. കർണാടകത്തിലും നമ്മൾ കണ്ടില്ലേ, ബുൾഡോസറുകൾ വന്ന് ആട്ടി ഓടിച്ചല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 3000-ഓളം പേര്. ആ മനുഷ്യർ ഇപ്പോൾ തെരുവിൽ എവിടെയാണ് എന്ന് അറിയുന്നു പോലുമില്ലല്ലോ. അവരെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുണ്ട് എന്ന ചോദ്യമില്ലേ? കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ബുൾഡോസർ വെച്ച് ആളുകളെ ഇങ്ങനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കേരളം മാറിയതെങ്ങനെയാണ്? മാറ്റിയത് ഈ ഇടതുപക്ഷത്തിന്റെ സമീപനങ്ങൾ കൊണ്ടല്ലേ. ബജറ്റിൽ ഉടനീളം അത് കാണാമല്ലോ. ബജറ്റിൽ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് വികസനത്തിന്റെ തുടർച്ചയുണ്ടാകും, ക്ഷേമത്തിന്റെ തുടർച്ചയുണ്ടാകും, കരുതലിന്റെ തുടർച്ചയുണ്ടാകും. ആ തുടർച്ചയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ പുറകോട്ട് പോകാൻ കേരളത്തിന് കഴിയില്ല. സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ, ഇപ്പോൾ അതിദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം നിൽക്കുകയാണ്. ശരി, അത് തനിയെ നിൽക്കുന്നതല്ല. കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഗുജറാത്തും യുപിയും ബീഹാറും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നിടത്ത് ഇവിടെ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാകുന്ന ഒരു കേരളമുണ്ട്. ആ കേരളം ഇടതുപക്ഷത്തിന്റെ കേരളമാണ്. മറ്റൊരിടത്തും അത് കാണാൻ വേണ്ടി കഴിയില്ല. പട്ടിണി കിടന്ന് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന മറ്റൊരു ഭൂപ്രദേശം നമുക്ക് ഇന്ത്യയിൽ കാണാം, പക്ഷേ കേരളത്തിൽ കാണില്ല. അത് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിയും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എവിടെയെങ്കിലും ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഒരു മലയാളി പറയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന ഇന്ത്യയിലെ ഏക ഭരണാധികാരി അങ്ങനെ ഒരു നൂറ്റാണ്ട് ഈ രാജ്യം ഭരിച്ചാലും ഇത് സാധ്യമാവില്ല. ഓക്കെ, ഈ സാമൂഹിക ക്ഷേമത്തിന്റെ വശങ്ങളിലൂടെ ഭരണത്തിന്റെ ചിറകുകളിൽ കൃത്യമായി അത് ഉറപ്പാക്കാൻ അതിദാരിദ്ര്യമുക്തി അടക്കം ദേശീയ സാമ്പത്തിക സർവേയിൽ അടക്കം പ്രതിഫലിക്കുന്ന രീതികൾ തുടരാനാകുന്നു. ഇത് BJPക്കെതിരെ മാത്രമുള്ള വിമർശനമല്ല എസ് കെ സജേഷ് ഉന്നയിച്ചത്, കോൺഗ്രസിനെതിരെ കൂടിയാണ്. അത് നേരത്തെ മന്ത്രി എം പി രാജേഷ് അത് സൂചിപ്പിക്കുകയും ചെയ്തു, വ്യക്തമാക്കുകയും ചെയ്തു. നോക്കൂ, ഇവിടെ അതിനു മകുട ഉദാഹരണമായ ഒരു കാര്യമുണ്ട്. ഇന്നലെ അത് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക കേരള സഭ, ശ്രീ സേനാപതി വേണു, ലോക കേരള സഭയിൽ പോലും സഹകരിക്കാതെ, അവിടെ എത്തി അഭിപ്രായങ്ങൾ പങ്കുവെക്കാതെ, ഒരു സംവാദത്തിൻ്റെ മൂഡിലേക്ക് എത്താതെ പ്രതിപക്ഷം എന്താണ് ഈ കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ കോൺഗ്രസിനെതിരെ കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ശ്രീ സേനാപതി വേണു, ഒന്ന്, ഇന്നലെ പുറത്തു വന്ന സാമ്പത്തിക സർവേ ഏതാണ്ട് 799 പേജാണ് VV അനന്തനാഗേശ്വരന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആണ് കേരളത്തെ ഇപ്പോൾ അങ്ങ് പരാമർശിച്ച ഭാഗം വന്നിരിക്കുന്നത്. കേരളത്തിലെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രക്രിയയെ കേന്ദ്രം അല്ലെങ്കിൽ ഇക്കണോമിക് സർവേ അഭിനന്ദിച്ചു എന്നുള്ളതാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രക്രിയയെ ഞങ്ങൾ എതിർത്തിട്ടില്ല. ഞങ്ങൾ എതിർത്തത് ഇതിനകത്തെ പ്രഖ്യാപനങ്ങളിലെ ചില പൊള്ളത്തരങ്ങളാണ്. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു 64,006 ആളുകൾ അല്ലെങ്കിൽ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ്. 2025-24 അവസാനം ബഹുമാന്യനായ GR അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞൊരു ചോദ്യത്തിന് മറുപടിയുണ്ട്. 4,91,196 ആളുകൾ, 4,91,196 ആളുകൾ കേരളത്തിൽ അതിദരിദ്രരാണ് എന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ് നിയമസഭയിൽ രേഖകളിലുള്ള കണക്കാണ്. അതിൽ നിന്ന് നിങ്ങൾ 64,006 ആളുകളെ അല്ലെങ്കിൽ 64,006 ആളുകളെ അതിദരിദ്രരിൽ നിന്ന് മുക്തമാക്കുമ്പോൾ പിന്നെയും കിടക്കുകയാണ് ഏതാണ്ട് 4,30,000-ഓളം ആളുകൾ. ഇപ്പൊ കേന്ദ്രം പറഞ്ഞത് നിങ്ങൾ ഈ ചെയ്ത പ്രക്രിയയെ ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, അതിദരിദ്രർ ഇല്ലാത്ത കേരളമായി കേരളത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രിയുടെ കണക്ക് അവിടെ നിൽക്കുകയാണ്. ആ കണക്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ AAY എന്ന് പറയുന്ന കാർഡ്, അന്ത്യോദയ അന്നയോജന പ്രകാരമുള്ള കാർഡ് പ്രകാരം സൗജന്യമായിട്ട് പാവപ്പെട്ടവന് അരി കിട്ടുന്നത് അവൻ അതിദരിദ്രനായതുകൊണ്ടാണ്. ആ കാർഡ് ഉടമകളുടെ എണ്ണം കേരളത്തിൽ 4,91,190 നിൽക്കുമ്പോൾ അതിൽ 64,006 ആളുകൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായാൽ അവ ശേഷിക്കുന്ന ആളുകൾ പിന്നെ എന്തായി? അതോ ദാരിദ്ര്യരേഖ താഴെ വരച്ചോ? ഞാൻ സജീഷ് പറഞ്ഞൊരു കൗതുകത്തോടെ കേൾക്കുകയാണ്. ലോകത്താദ്യമായി അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ രാജ്യം ചൈനയെന്ന്. ചൈനയൊക്കെ നിങ്ങൾ പുകഴ്ത്തിക്കോളും, ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ലോകത്ത് പട്ടിണിയൊന്നുമില്ലാത്ത എത്രയോ സമ്പന്ന രാഷ്ട്രങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഞാനിപ്പോൾ അവരുടെ എണ്ണവും കണക്കും, അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ, പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ചൈന മാത്രമാണ് ലോകത്താദ്യമായി അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്നുള്ളത്. അത് കമ്മ്യൂണിസ്റ്റുകാരനായ SK സജീഷിന് ആ കാര്യം പറയാം. പിന്നെ നിങ്ങളെ വിലയിരുത്തി എപ്പോഴാണ് വിലയിരുത്തിയത്?
കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് മുഴുവൻ എന്താ പറഞ്ഞ കേരളത്തിലെ പൊതുസമൂഹം നിരാകരിച്ചു. ലോകത്തിന് മാതൃകയെന്ന് നിങ്ങൾ പറയുന്ന ഒരു സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ തോറ്റമ്പി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണക്കുകൾ വെച്ച് ഞങ്ങളോട് പറയും ഞങ്ങൾ തോറ്റിട്ടില്ല. പക്ഷേ തോറ്റു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരുന്ന 200-ലധികം പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ്, അത് 4ആയി. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആകെ 3 ഉണ്ടായിരുന്നത് 7ആയി. അങ്ങനെ ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഞങ്ങൾക്കുണ്ടായ ഒരു അഭൂതപൂർവമായ ഒരു വിജയം. മറ്റത്തൂർ മാതൃകയിൽ ഇനിയും കൂട്ടും അല്ലേ സേനാപതി? മറ്റത്തൂർ മാതൃകയിൽ ഇനിയും കൂട്ടും അല്ലേ? അല്ല, മറ്റത്തൂർ മാതൃകയിലല്ലോ രാജേന്ദ്രൻ 15 കൊല്ലം പിണറായി വിജയന്റെ ഇടതുവശത്തും വലതുവശത്തും നിന്ന് നിയമസഭയിൽ ഇരുന്ന രാജേന്ദ്രനെ ഇന്നലെ ഞാൻ കാണുമ്പോൾ BJP-യുടെ കൊടിയും പിടിച്ചു. അത് എ കെ ആന്റണിയുടെ മകനോ കെ കരുണാകരന്റെ മകളോ? അജിംഷ ഈ ചാനലിൽ വന്ന് ഞങ്ങളെ എത്രയോ, ഞങ്ങൾ ഒരു കാലത്ത് എന്താ പറഞ്ഞ അദ്ദേഹത്തെ ബഹിഷ്കരിച്ച, അദ്ദേഹത്തിന്റെ പേരെന്താ, റെജി ലൂക്കോസ്, ഞങ്ങൾ അദ്ദേഹത്തെ ബഹിഷ്കരിച്ച കാരണം കോൺഗ്രസ് നേതാക്കളെ ഇതുപോലെ സഭ്യത വിട്ട് പറയുന്ന ഒരാള് അദ്ദേഹം BJP-യുടെ കൊടി പിടിച്ചു. ഹസ്കർ പോയി കൊടി പിടിച്ചിരിക്കുന്നു. പല ആളുകളും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന 2 MLA-മാർ പഴയ ആളുകൾ, ഒന്ന് അൽഫോൻസ് കണ്ണന്താനം, ഒന്ന് ഈ പറയുന്ന എന്റെ നാട്ടുകാരൻ, ഞങ്ങളുടെ നാട്ടുകാരൻ രാജേന്ദ്രൻ. പോട്ടെ, അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ കണക്കെടുക്കാം, BJP-യുടെ ഇപ്പോൾ അംഗങ്ങളുടെ കണക്കെടുക്കാം. മാത്രമല്ല എ കെ ആന്റണിയും കെ കരുണാകരനും എന്ന തലമുതിർന്ന 2 നേതാക്കളുടെ വീട്ടിൽ നിന്ന് അവരുടെ മക്കൾ BJP-യിലാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പെടണ്ട സേനാപതി. നമുക്ക് കാര്യത്തിലേക്ക് എത്താം. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം അടിവരയിടേണ്ടതാണ്. ശ്രീ ജയചന്ദ്രൻ, ശ്രീ എം ജയചന്ദ്രൻ, എനിക്ക് ഒരു മിനിറ്റ് ഇവർ രണ്ടുപേരും കൂടെ 1/4 മണിക്കൂർ സംസാരിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നലത്തെ സാമ്പത്തിക സർവേ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അധികം ഇൻഫ്ലേഷൻ, വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യത്തേത് കേരളമാണ് എന്ന് ആ സാമ്പത്തിക സർവേയിൽ അടിവരയിട്ട് പറയുന്ന ഒരു പേജ് കൂടിയുണ്ട്. അങ്ങ് അതുകൂടി ഒന്ന് വായിക്കണം. ഇത്രയും അധികം വിലക്കയറ്റവും ഇൻഫ്ലേഷനും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ കേരളത്തിൽ വരുന്നതിന്റെ കാരണം എന്താണ്? അതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും നമുക്ക് അതിന്റെ വസ്തുതയിലേക്ക് കൂടി പോകാം. ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് അതിദാരിദ്ര്യമുക്തി? എന്താണ്? ഞാൻ തിരിച്ചെത്താം സേനാപതി. താങ്കൾ പറഞ്ഞ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ പഞ്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് ജയചന്ദ്രൻ സാറിലേക്ക് പോകാന്നേ. താങ്കൾ പറഞ്ഞത് കാതലായ ഒരു ചോദ്യമാണ്. അതിന്റെ പഞ്ച് പോകും, അത് ദീർഘമായാൽ. അപ്പോൾ ഇലക്ഷനിലേക്കൊക്കെ പോയാൽ അതിന്റെ പഞ്ച് പോകും. അപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ സേനാപതി വേണു ചോദിക്കുന്നു. ഒപ്പം ഈ അതിദാരിദ്ര്യം എന്താണ്, ദാരിദ്ര്യ ലഘൂകരണം എന്താണ്, ഈ എടുക്കുന്ന എഫർട്ടുകൾ ഏതർത്ഥത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്? കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യയിലെ ഇതൊക്കെ അടയാളപ്പെടുത്തി മാത്രമേ ഈ കാര്യങ്ങളെ സംവദിക്കാനാകൂ. അതാണ് ദേശീയ സാമ്പത്തിക സർവേയിൽ ഇതിനെ പ്രകീർത്തിക്കുന്ന, ഇത് മാതൃകാപരമാണെന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നു. എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം പ്രവർത്തിച്ചു കൂടാത്തത് എന്നതിൻ്റെ ഉദാഹരണം കേരളത്തിൽ BJP-യും കോൺഗ്രസിനെയും ചൂണ്ടിക്കാട്ടി സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്നത് ഏതർത്ഥത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ശ്രീ ജയചന്ദ്രൻ. ജിംഷാദെ, ഞാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം. അതിന് തൊട്ട് മുൻപ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഖേദത്തോടെ താങ്കളോട് ഒരു കാര്യം പറയുകയാണ്. ആദ്യത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത് മിയർ വേസ്റ്റ് ഓഫ് ടൈം ആയിപ്പോയി. അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ചർച്ചയിൽ എന്താണ് ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്ന് പറഞ്ഞത് ഞാനോ താങ്കളോ മാത്രമല്ല, അതിൽ സജീഷും ഉൾപ്പെടും, നന്ദുവും ഉൾപ്പെടും, സേനാപതി വേണുവും ഉൾപ്പെടും. നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇതാണ്. ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളാണ്. അതാണോ ആദ്യത്തെ 20 മിനിറ്റിൽ സംസാരിക്കപ്പെട്ടത്? അതാണ് എന്റെ തർക്ക പ്രശ്നം. അതാണ് എന്റെ ഖേദവും. അത് മനസ്സിലായി. നമുക്ക് ഇതിലേക്ക് എത്തില്ല. അതായത് GRN പറഞ്ഞ കണക്കും അല്ല, അനിലിന്റെ പ്രശ്നമൊന്നും അല്ല, ഞാൻ പറയാം. അതേ ഉള്ളൂ. അത് സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയിലേക്ക് വരാം. ഇതാരാണെന്ന് പറഞ്ഞത്? ഈ പാർലമെന്റിൽ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ആരാണെന്ന് പിണറായി വിജയൻ അയച്ച ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിമാരാണോ? അല്ലല്ലോ. അപ്പോ അങ്ങനെ കേരളത്തിന്റെ ഇതൊരു ദേശീയ തലത്തിന് ശ്രദ്ധേയമായ ഒരു വികസന മാതൃകയാണ്. അതാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒരു വികസന മാതൃകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഡെവലപ്മെന്റൽ മോഡലാണ്, നാഷണൽ ഡെവലപ്മെന്റൽ മോഡലാണ്. കേരളത്തിലെ
എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ അയച്ച ആരും അല്ലല്ലോ. അപ്പോ ബി ജെ പിയുടെ പ്രതിനിധി പറയേണ്ടത് എന്തുകൊണ്ട് അത് എഴുതി വെച്ചു? അത് പിന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന് വേറെ അഭിപ്രായമാണ്. അതൊക്കെ വേറെ, അത് കൈവച്ചാൽ മതി. ആ പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ. അത് രാജീവ് ചന്ദ്രശേഖർ പറയേണ്ട സമയത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അതിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത വിധം അത് നിശൂന്യമായി അപ്രസക്തമാവുന്നത് എങ്ങനെയാണ്? അത് പാർലമെന്റിൽ ഈ റിപ്പോർട്ട് വെച്ചതോടുകൂടിയാണ്. ഏത്? ഈ പിന്നെ എക്കണോമിക് സർവേ റിപ്പോർട്ട്. ആ എക്കണോമിക് സർവേ റിപ്പോർട്ടാണ് പറയുന്നത് ഇത് നാഷണൽ മോഡലാണ്. ഏത്? കേരളത്തിന്റെ ഈ പദ്ധതി. അത് മാത്രമാണോ? വിനോദ് തോമസ് പറഞ്ഞില്ലേ, വേൾഡ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് മലയാളി ആയിരുന്നില്ലേ? ഇത് വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസിലൂടെ പിന്നെ പഠിച്ചംഗീകരിക്കേണ്ട പിന്നെ ഒരു മോഡലാണ് ഈ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എക്കണോമിക് ടൈംസ് പറയുന്നു, ഗാർഡിയൻ പറയുന്നു, ലണ്ടൻ ടൈംസ് പറയുന്നു, അങ്ങനെ ഗ്ലോബൽ മീഡിയ പറയുന്നു. ഇതൊക്കെ നമ്മളാരും പറയിപ്പിക്കുന്നതല്ലോ അജിൻഷാദെ. സജീഷിന്റെ പ്രസ്ഥാനം പറയിപ്പിക്കുന്നതാണോ? അത് അല്ലല്ലോ, അല്ലല്ലോ. അപ്പോ പിന്നെ ഈ നന്ദുവിന്റെയും പിന്നെ ഇത് നമ്മുടെ സേനാപതിയുടെയും പാർട്ടികൾക്ക് ഇങ്ങനെ കേരള ഗവൺമെന്റ് ഇങ്ങനെ പ്രശംസിക്കുന്നതിൽ സ്വാഭാവികമായും പിന്നെ അവർക്ക് അതൃപ്തി ഉണ്ടാവുന്നുള്ളത് സ്വാഭാവികമാണ്, നമുക്കറിയാം. പക്ഷെ അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുറ്റമല്ലല്ലോ. ഇത് അച്ചടിച്ച് വെച്ചിരിക്കുന്ന പാർലമെന്റിൽ നിന്ന് അവതരിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് 1-ാം തീയതി ബജറ്റും അവതരിപ്പിക്കും. പിന്നീട് ബജറ്റിന്റെ ചർച്ച നടക്കുമ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നേ. അത് മാത്രമോ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിനെ ഇത്ര കണ്ട് സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടയിലാണ് നാഷണൽ മോഡൽ എന്ന് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് തന്നെ പറയുക മാത്രമല്ല വ്യക്തമായി എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ എഴുതി വെച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടി വന്ന ഈ പദ്ധതി നടക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചപ്പോ അതിനേക്കാളൊക്കെ നാളെ ഈ പിന്നെ മറ്റൊരു നാഷണൽ മോഡൽ എന്ന് പറയുന്ന മറ്റൊരു തീരുമാനം ഉണ്ടായല്ലോ. ഇന്ത്യയിൽ ആദ്യമായി ബിരുദതലം വരെ സൗജന്യ പഠനം. ഇന്ത്യയിൽ ആദ്യമല്ലേ അത്? ഇനി ആർക്കെങ്കിലും അത് നാഷണൽ മോഡൽ അല്ലാന്ന് പറയാൻ കഴിയുമോ? എത്ര സ്റ്റേറ്റിലുണ്ട് അങ്ങനെ? അപ്പൊ അത്തരത്തിലുള്ള മാതൃകകൾ, വികസന മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് എന്താണ് കേരള ഗവൺമെന്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണത് ഈ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ വന്നത്. അവഗണിക്കാനാവാത്ത വിധം തെളിഞ്ഞു നിൽക്കുകയാണ് കേരള ഗവൺമെന്റ് ഇത്തരം പ്രവർത്തനങ്ങൾ ആർക്കും അവഗണിക്കാൻ സാധ്യമല്ലാത്ത വിധം തെളിഞ്ഞു നിൽക്കുകയാണ്. അത് അടിവരയിട്ടുകൊണ്ട് മാത്രമേ എക്കണോമിക് സർവേ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയൂ. അതല്ലാതെ പിന്നെ അതിന്റെ ഉള്ളിൽ എന്താണ് ചോദിക്കണമെന്നേ. നന്ദു ചോദിക്കണം, നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കണം, എന്താണ് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ BJP സ്റ്റേറ്റ് കമ്മിറ്റിയോട് ചോദിച്ചിട്ടുണ്ടോ? BJP സ്റ്റേറ്റ് കമ്മിറ്റി അല്ലേ തയ്യാറാക്കുന്നതെന്നുള്ള വേറെ കാര്യം. അവിടെ വ്യക്തമായി ഇതിന്റെ മെത്തഡോളജി അറിയാവുന്ന ആൾക്കാരാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരല്ല. അവർ തികഞ്ഞ സോഷ്യോളജിസ്റ്റുകളാണ്, തികഞ്ഞ സയന്റിസ്റ്റുകളാണ്, തികഞ്ഞ മെത്തഡോളജിസ്റ്റുകളാണ്. ഇതെല്ലാം ചേർന്നവരാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ കേരളത്തെ കുറിച്ച് അടിവരായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനെ എന്തെങ്കിലും തരത്തിലുള്ള തൊടിന്യായങ്ങൾ കൊണ്ട് പഴമുറ കൊണ്ട് തടുക്കാൻ ആർക്കും സാധ്യമാവുകയില്ല. അതിന്റെ പെടച്ചിലുകൾ, വെപ്രാളങ്ങളാണ് നന്ദു ആദ്യത്തെ 20 മിനിറ്റ് കാണിച്ചത് മുഴുവനും. അത് കണ്ടിട്ടാണ് എനിക്ക് ഈ വല്ലാതെ ദോഷമല്ല, വല്ലാതെ ഖേദം തോന്നിയത്. ഇങ്ങനെ ആയിപ്പോയല്ലോ കേരളത്തിലെ BJP എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാതെ ഇരിക്കാനും കിട്ടാതെ പോകുന്നത്. കാരണം ഇത് എഴുതി വെച്ചത് കേരളത്തിലെ BJPക്കാർ എന്ത് പറഞ്ഞാലും ശരി, കേന്ദ്രത്തിൽ പാർലമെന്റ് അവതരിപ്പിച്ച ഈ റിപ്പോർട്ടിന്റെ പിന്നിൽ ആരാണുള്ളത്? കേരള ഗവൺമെന്റും ഗവൺമെന്റിലെ സബ്സിഡ്യൂസുകളല്ലോ, അല്ലല്ലോ. അത് ഞങ്ങൾ സമ്മതിക്കുക. അപ്പൊ എന്തുകൊണ്ടത്, അതിന് മെത്തഡോളജി എന്ത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം നന്ദു. എന്നിട്ട് വേണം എങ്ങനെയാണ് അവിടെ വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ. അതല്ലാതെ വെറുതെ വിട്ടിരുന്ന ഞങ്ങൾ 64,006 പേരേ ഉള്ളൂ. മന്ത്രി അതെ, മന്ത്രി GR അനിൽ പറഞ്ഞില്ലേ 4,27,000. അത് പിന്നീട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതായി സേനാപതി വേണു ഞാനും കൂടെ പങ്കെടുത്ത മറ്റൊരു ചർച്ചയിൽ കൈരളിയിൽ തന്നെ നേരത്തെ നടന്നിട്ടുള്ളതാണ്. അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ വന്നുള്ള ഒരു ക്ലറിക്കൽ എറർ എന്നുള്ള നിലയിൽ തന്നെ പിന്നീട് വിവരിക്കപ്പെട്ടതുമാണ്. പിന്നീട് എന്തിനാണ് അതിൻ്റെ അത് വീണ്ടും ഒരു വാദവിവാദങ്ങളിലേക്ക് കടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി നന്ദു,
ഇവിടെ നന്ദു മുമ്പോട്ട് വെച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, അതിദാരിദ്ര്യമുക്തി എന്നത് ഈ അവകാശപ്പെടുന്നത് പോലെ അല്ല എന്ന് വ്രതാ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു, അതിൻ്റെ കണക്കുകൾ നിരത്തപ്പെട്ടു. രണ്ട്, താങ്കൾ പറഞ്ഞത് അങ്ങനെ ഉണ്ട് എങ്കിൽ ദേശീയ സാമ്പത്തിക സർവേയിൽ അടക്കം പ്രതിഫലിക്കുന്ന എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തതാണ്. ഈ വൈരുദ്ധ്യമാണ് താങ്കൾ മുമ്പോട്ട് വെച്ചത്. അങ്ങനെ BJP ആണ് ഇത്തരത്തിൽ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മാതൃകയായി പറയാൻ വേറെ ഏതെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനമുണ്ടോ? താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ. പെട്ടെന്ന്. ഈ DYFIയുടെ ഒക്കെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഈ CPMന്റെ ചില കോർണർ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ അതേ പറഞ്ഞു, താങ്കൾ ഇടപെടാതിരുന്നില്ലേ? ഈ 20 മിനിറ്റ് സംസാരിച്ചു എന്ന് ഇവരെല്ലാം പറയുമ്പോഴും അതിൽ ഏതാണ്ട് 15 മിനിറ്റ് താങ്കൾ എന്നോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് വളരെ ചുരുക്കുക. അതൊന്നും ഈ പറഞ്ഞവരാരും കേട്ടില്ല, അതാ പ്രശ്നം. അപ്പോൾ SK സജീഷ് ഈ കവലപ്രസംഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര വലിയ ബഹളങ്ങളൊക്കെ ഇവിടെ വെച്ചു. എന്താണ് എഡ്യൂക്കേഷണൽ ലെവൽ, കേരളത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യ സർക്കാരിന് അതിന് എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനയുണ്ടോ? ഇല്ല. കാരണം അത് ഇവിടെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് അത്തരം യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉണ്ടായി. ഒന്ന്, ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിഷയം പറഞ്ഞത്, ഹെൽത്ത് മേഖലയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ അടക്കം ഉള്ള പല കാര്യങ്ങളും വരുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പല തലത്തിൽ സവിശേഷമായ പല ഗുണങ്ങളും 1950 ജനാധിപത്യ സർക്കാരുകൾ വരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇത്തരം കവലപ്രസംഗങ്ങൾ വന്നിരുന്നത് ഒരു എളുപ്പമില്ലാതെ പറഞ്ഞു പോകാൻ. ഒന്ന്, ഇനി അങ്ങനെയാണെങ്കിൽ SK സജീഷിന്റെ വാദം എല്ലാം ഞാൻ അംഗീകരിക്കാൻ എടുത്താൽ എനിക്കൊരൊറ്റ ചോദ്യമുണ്ട്. 10 വർഷം കൊണ്ട് നിങ്ങൾ കേരളത്തെ ഹരിതാപസുന്ദര കേരളമാക്കി മാറ്റി എന്നാണ് SK സജീഷിന്റെ വാദമെങ്കിൽ അതേ ഇടതുപക്ഷത്തിൻ്റെ അതേ കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ നിലപാടുകളും പിൻപറ്റിയിരുന്ന ബംഗാളിൽ 35 വർഷക്കാലം നിങ്ങൾ ഭരിച്ചു. ഈ 35 വർഷക്കാലം കൊണ്ട് എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇത്തരം ഒരു മാറ്റം ഉണ്ടാവാത്തത്? അപ്പോൾ 35 വർഷം നിങ്ങൾ ബംഗാളിൽ ഭരിച്ച മോഡൽ കമ്മ്യൂണിസ്റ്റ് മോഡൽ അല്ലായിരുന്നു? ഒരു ചോദ്യം. രണ്ടാമത്, ഇദ്ദേഹം പറയുന്നത് എന്തോ ഞങ്ങളൊക്കെ ഏതോ പട്ടിണി അറിയാതെ. ഞാനൊരു സാധാരണക്കാരൻ്റെ മകനായിട്ട് ജനിച്ചയാളാണ്. എൻ്റെ പ്രസ്ഥാനം എന്നെ വളർത്തിയതും വലുതാക്കിയതും, എന്നെ രാവിലെ വന്ന് വീട്ടിലിരുന്ന് എനിക്ക് ഭക്ഷണം വരുത്തുന്ന വളർത്തി വലുതാക്കിയെന്നല്ല, പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ വളർന്നു വരുമ്പോൾ എനിക്ക് സ്പേസ് തന്നതും ഇന്ന് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഇടയിൽ വന്നിരിക്കാൻ എനിക്ക് അവസരം തന്നതും ആ പ്രസ്ഥാനം സാധാരണക്കാരൻ്റെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെപ്പോലൊരു സാധാരണക്കാരന് ഒരിക്കലും ഇത്തരത്തിലൊരു ഫ്ലോറിൽ വന്നിരിക്കാനുള്ള അവസരം കിട്ടില്ല. സജീഷ് അടച്ചാക്ഷേപിച്ച് പറയുമ്പോൾ സജീഷ് ഒന്ന് തിരിഞ്ഞ് പുറകിലേക്ക് നോക്കണം. സഖാവ് പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ എവിടെ നിന്ന് എവിടേക്ക് എത്തി, ഏത് കുടിലിൽ നിന്ന് ഏത് കുബേരൻ്റെ കുഞ്ചലങ്ങളിലേക്ക് എത്തി എന്ന് സജീഷ് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം പാർട്ടിക്കകത്ത് ഇന്ന് നടക്കുന്ന സഹപ്രവർത്തകനെ വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ഫണ്ട് പിരിവിൽ നിന്ന് പോലും കൈയിട്ട് വാരുന്ന നാണം കെട്ട പാർട്ടിയായി നിങ്ങളുടെ പാർട്ടി അതപ്പതിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ BJPക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി എല്ലാ വിരലുകളും താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കും നേരെയാണ് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നേരെ വരാൻ. ഒന്ന്, ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആ ഇതിലേക്ക് വരാം. താങ്കൾ ചോദിച്ച ആ പോസ്റ്റിലേക്ക്, ആ കാര്യത്തിലേക്ക് തരാം. ഞാൻ നേരത്തെ പല അപ്പോൾ താങ്കൾ ചോദിച്ച പല ചോദ്യങ്ങൾ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞതാണ്, UPയിൽ കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന റേറ്റിനേക്കാൾ കൂടുതൽ ആളുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന റേറ്റിലുണ്ട്. ഇത് അദ്ദേഹത്തിന് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ആ രേഖ വേണമെങ്കിൽ അദ്ദേഹം അയച്ചും കൊടുക്കാം, ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇനി മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ സാർ, അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെക്കാൾ പക്വതയും എന്നെക്കാൾ പ്രായവും ഉണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി എന്നെക്കാൾ അനുഭവ പരിചയം ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങൾ, അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകൻ എന്ന വാക്കിനേക്കാൾ നല്ലത് ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകൂടി അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം ഞാൻ കണ്ട ചർച്ചകളിൽ അത്രയും അദ്ദേഹം വന്നിരുന്ന് പിണറായി വിജയൻ സഖാവിനെയും ആ പാർട്ടിയെ ന്യായീകരിക്കാൻ ബന്ധപ്പെടുന്നത് ഞാൻ പല ഘട്ടത്തിലും ഞാൻ പറഞ്ഞോട്ടെ എന്റെ പാർട്ടി വ്യക്തിപരമായി പറഞ്ഞെടുത്ത് എനിക്ക് കൃത്യമായി മറുപടി പറയണം. അതിനുശേഷം എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൂടി ഞാൻ പറയണ്ടേ? മഹാരാഷ്ട്രയിലടക്കം കോടിക്കണക്കിന് ആളുകൾ, മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ, നിങ്ങൾക്ക് ഇനി ഏത് സംസ്ഥാനം വേണം? ആ സംസ്ഥാനങ്ങളിലൊക്കെ ഇനി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാറിയിട്ടില്ലെന്ന് വെച്ചാൽ ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 11 വർഷമായി നടത്തിയിട്ടുള്ള ദാരിദ്ര്യ വിമുക്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ വളരെ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് 2005 55% ഉണ്ടായിരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ ഭാഗമായി അന്ന് 55% സാമ്പത്തിക സർവേയിൽ പ്രതിഫലിച്ചില്ല. പറഞ്ഞോട്ടെ, സാമ്പത്തിക സർവേയിൽ
എന്തുകൊണ്ട് ചേട്ടാ, ഞാൻ പ്രതിഫലിച്ചില്ല? പറഞ്ഞോട്ടെ താങ്കൾ ഏട്ടാ. പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ ഏട്ടാ. സമയമില്ല, ഞാൻ അതാണ്. പറഞ്ഞോട്ടെ ഏട്ടാ. ആ. ശ്രീ സജേഷ്, ശ്രീ താങ്കൾ സജേഷ്. എല്ലായിടത്തും ഇടപെട്ടിട്ട് എന്നോട് സമയം പറയണ്ടേ? ഞാനും കൂടി പറഞ്ഞോട്ടെ എന്റെ പോയിന്റ്. ഇതേപോലെ താങ്കൾ ഇടപെടുന്നതാണ് ഇവർ സമയമൊന്നും എടുക്കുന്നത്. ശരി ശരി മനസ്സിലായി. സജേഷ് മറുപടി. ഇല്ല ഞാൻ തർക്കിക്കാനില്ല, ഇതിനകത്ത് ഒരുപാട് ഫാക്ച്വലർ ഉണ്ട്. ഒരു സമയം factual കളയാനില്ല. ഇല്ല, ഒരു fact- ഞാൻ സജേഷിലേക്ക്. സജേഷ് പറയൂ. അല്ല അജൻസ് ഒരു കാര്യം, എനിക്ക് ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയൂ. പറയാൻ കൃത്യമായ സമയം തരണം എന്ന് ഞാൻ അജിംസിനോട് ആദ്യമേ പറയുകയാണ്. എന്നിട്ടേ ഞാൻ പറയൂ. ആ സമയം എനിക്ക് ആവശ്യമുണ്ട്. കാരണം അങ്ങേയറ്റം തെറ്റായ നിലയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ BJP പ്രതിനിധി അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുകയും ചർച്ചയെ ഒരു തർക്ക രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ വരേണ്ട കാര്യങ്ങൾ വരാതിരിക്കാനുമാണ് അദ്ദേഹം ജാഗ്രത പുലർത്തിയത്. അതിനെ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റൂ. ഒന്ന്, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കേരള ബദൽ എന്ന് പറയുന്നത്. മോദിയുടെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ നയങ്ങളല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നത്. പറയട്ടെ താങ്കൾ പറയുമ്പോൾ ഞാൻ പറയട്ടെ. താങ്കൾ പറയുമ്പോൾ ഒരു വാചകത്തിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല നന്ദു. ഞാൻ പറയട്ടെ, ഒരു കാര്യം കൈരളി ചർച്ചയാണെങ്കിൽ പോലും എനിക്ക് അവസാനിപ്പിച്ചു പോകേണ്ടി വരും. ഈ രീതിയാണ്. താങ്കൾ ചോദിച്ചതിന് മറുപടിയാണ്. അത് കേൾക്കണം. സജേഷ് പറയൂ. ഏതാണ്ട് ഈ ചർച്ചയിൽ അരമണിക്കൂറിലധികം BJP പ്രതിനിധിയുമായിട്ടുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ളത്. അതിന് അല്പസമയമെങ്കിലും മിനിറ്റുകൾ എടുത്ത് മറുപടി പറയാനുള്ള സാഹചര്യം ഉണ്ടാകണം. തീർച്ചയായും അത് കൃത്യമായി പറയാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഈ ചർച്ചയിൽ തുടരാൻ പോലും സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യമായി സൂചിപ്പിക്കാം. ഒന്ന്, അതായത് ഇവിടെ കേരള ബദൽ എങ്ങനെയാണ്? അദ്ദേഹം രാജഭരണകാലത്തെ കേരളം മെച്ചമായിരുന്നു എന്ന് പറയുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ 1960-70 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള 60% ജനങ്ങൾ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥ, വിദ്യാഭ്യാസത്തിൻ്റെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണ്. ആ കാലഘട്ടത്തെയാണ്, രാജഭരണ കാലഘട്ടത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അറിവില്ലാത്ത കാലം, തെരുവിലൂടെ മനുഷ്യർക്ക് നടക്കാൻ കഴിയാത്ത കാലം, പട്ടിയും പൂച്ചയും നടന്നു പോകുന്ന വഴിയിൽ മനുഷ്യന് നടക്കാൻ കഴിയാത്ത കാലം, ആ കാലമുണ്ടായിരുന്നു കേരളത്തിന്. അവിടെ നിന്ന് നവോത്ഥാന പോരാട്ടങ്ങൾ, സാമൂഹ്യ മുന്നേറ്റങ്ങൾ, ആ സാമൂഹ്യ മുന്നേറ്റങ്ങളിലൂടെ മാത്രമല്ല കേരളം വളർന്നത്, അതിൽ സാമ്പത്തികമായി ഇടപെടാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ പോരാട്ടം എന്ന് പറയുന്നത് ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ത്യയിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ ചവിട്ടി നിൽക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളം ആയിരക്കണക്കിന് പറയരുത്. ഞാൻ ഇടപെടരുത്. താങ്കൾക്ക് ആവോളം സമയം തരും. വേണമെങ്കിൽ കൈരളി പിന്നീടും സമയം കൊടുത്തോ. പറയട്ടെ, ഞാൻ പറയട്ടെ. അത് പറയും. ഞാൻ പറയും. നന്ദു എന്തിനാണ് ഭയപ്പെടുന്നത്? നന്ദുവിന് ഈ ചർച്ചയിൽ കിട്ടിയ സമയം വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത്രയും എനിക്ക് ആവശ്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയണം. അതായത് ഇന്ത്യയിൽ ഉടനീളമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരങ്ങൾ, ആ സമരങ്ങൾ ഉൾപ്പെടെ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ജമീന്ദാന്മാരുടെ കയ്യിലായിട്ട് മനുഷ്യനെക്കായി കാണാത്ത പട്ടിണി പാവങ്ങളുടെ നാടായി ഇന്ത്യയെ മാറ്റി. അവിടെ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ആ ഭൂപരിഷ്കരണത്തിലൂടെ, ഭൂബന്ധങ്ങൾ വന്ന മാറ്റങ്ങളിലൂടെ ഭൂമിയുടെ അവകാശികളായി മാറി. അവിടെയാണ് കേരളത്തിൻ്റെ തുടക്കം. ഇതിപ്പോൾ ഒന്നുമല്ല, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 1956 കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ കേരളത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് എന്ന സംസ്ഥാന സമ്മേളനത്തെ പ്രമേയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് കേരളത്തിൻ്റെ ഈ ഭൂമിയുടെ അവകാശം, അറിവിനുള്ള അവകാശം. ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസ നിയമം അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് കേരളം മാറിയത്. അങ്ങനെ മാറിയ കേരളത്തെക്കുറിച്ച് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ വിവിധ ചർച്ചകൾ ഇടതുപക്ഷത്തിൻ്റെ CPIMൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര പഠന കോൺഗ്രസുകൾ, അതിലൂടെ ജനകീയാസൂത്രണം, സാക്ഷരത, ക്ഷേമകാര്യങ്ങൾ, കുടുംബശ്രീ തുടങ്ങിയ നിരവധിയായ പദ്ധതികൾ, ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കൊണ്ടിരിക്കുന്ന മിഷനുകൾ, ലൈഫ്, ആർദ്രം, ഹരിത കേരളം തുടങ്ങിയ മിഷനുകൾ, ഇതെല്ലാം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു കേരളം, അത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ബംഗാളിലെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. ബംഗാളിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? മറ്റൊരു സാഹചര്യമാണ്. ബംഗാളിലേക്ക് ഇടതുപക്ഷം വരുമ്പോൾ ബംഗാളിൻ്റെ പ്രതിസന്ധി എന്തായിരുന്നു? പട്ടിണി കിടക്കുന്ന, ബംഗാൾ പോയാൽ ആ വീടുകളിൽ, അവരുടെ വീടുകളിൽ പട്ടിണി കിടന്ന് മരിച്ച പിതാമഹന്മാരുടെ അല്ലെങ്കിൽ മുൻകാലത്തുള്ള ആളുകളുടെ ചിത്രങ്ങൾ അവർ സൂക്ഷിച്ചിട്ടുണ്ടാകും. അത്രയും പട്ടിണിയുള്ളൊരു നാടായിരുന്നു
ബംഗാൾ ക്ഷാമം എന്ന് പറയുന്ന ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുമായിരുന്നു. ഭക്ഷണമായിരുന്നു അവിടെ പ്രശ്നം. ബംഗാളിൽ എല്ലാ ഈ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധതയും മറികടന്നുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. ആദ്യ ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യസുരക്ഷ. ഇന്നും രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ നിലനിൽക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി. അവിടെ നിന്ന് ആ ജനതയെ അടുത്ത പടിയിലേക്ക് ഉയർത്താൻ വേണ്ടി വ്യാവസായികവൽക്കരണത്തിലേക്കും കൂടുതൽ തൊഴിലവസരത്തിലേക്കും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ നടത്തിയ മഴവിൽ ഗൂഢാലോചനയിൽ നന്ദിഗ്രാമും സിന്ദൂറും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇടതുപക്ഷത്തെ അട്ടിമറിച്ചത്. ഇടതുപക്ഷത്തെ അട്ടിമറിച്ചപ്പോൾ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല അവിടെ തകർന്നത്. ഞങ്ങൾ പോയപ്പോൾ അവിടെ വ്യവസായവൽക്കരണവുമില്ല, തൊഴിലില്ലായ്മയും രൂക്ഷമായി. കഴിഞ്ഞ നാളുകളിൽ അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ പുറത്തേക്ക് ഒഴുകേണ്ട സാഹചര്യം ഉണ്ടായി എന്നത് മറ്റൊരു വസ്തുത. ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ പഠന വിധേയമാക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അന്നുണ്ടാക്കിയ കലാപങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ BJP-യിലേക്ക് ഇപ്പോൾ പേടിയോടുകൂടി ചേക്കേറിയ ആളുകൾ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് എന്ന് തുറന്ന് മമതാ ബാനർജി ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മാധ്യമങ്ങളിൽ വരില്ല, പക്ഷേ പൊതുസമൂഹത്തിന് അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ നാം കാണേണ്ടത് ഇങ്ങനെ മാറിയ കേരളം ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളതാണ്. ഞാൻ കവലയിലെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്, ജീവിതത്തിലെ കാര്യങ്ങളാണ്. നാം ഓരോരുത്തരും ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല. അത് നാം കാണേണ്ടതുണ്ട്. ഇവിടെ ഈ ബജറ്റ് അവതരണത്തിൽ തന്നെയുള്ള വ്യത്യസ്തത കാണാമല്ലോ. ഇവിടെ എല്ലാ സർവ്വതല സ്പർശിയായി ജനങ്ങളുടെ ജീവിതത്തെ നോക്കുന്നു ഒരു ഗവൺമെൻറ്. അവിടെയാണ് പരിക്ക് പറ്റിയ ആൾക്ക് 5 ദിവസത്തെ സൗജന്യ ചികിത്സ. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 5 ദിവസമായിരിക്കും മികച്ച ചികിത്സ ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ ചിലപ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല. ഒരു ജീവനും നഷ്ടപ്പെടരുത്. അതാണ് ബദൽ എന്ന് പറയുന്നത്. ഈ ബദൽ രാജ്യത്ത് കാണാൻ വേണ്ടി കഴിയില്ല. ഒന്നുകൂടി പറയാം, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒന്നുകൂടി പറയാം. ഇവിടെ കാണേണ്ടത് മറ്റൊന്ന്, ഇപ്പോൾ ഇന്ത്യ കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നല്ലോ ചൂരൽമലയിലെ ദുരന്തം വയനാട്ടിൽ. അതിനെ സഹായിക്കാൻ ഒരു തരത്തിലുള്ള നിലപാടും അവിടെ കുഞ്ഞിനെ താലോലിക്കാനല്ലാതെ മോദിയിൽ നിന്നുണ്ടായില്ലല്ലോ. സാമ്പത്തിക സഹായം ചെയ്തില്ല. പക്ഷേ കടമെഴുതി തള്ളണം എന്നത് ആവശ്യപ്പെട്ടു. അവിടെയുള്ള ദുരിതബാധിതരുടെ കടമെഴുതി തള്ളണമെന്ന് ഒരു നിലപാടും സ്വീകരിച്ചില്ല. ഇവർ എതിർക്കുന്ന കേരള ബാങ്ക് കടം ആദ്യമേ തന്നെ എഴുതി തള്ളി. ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളി കേരളത്തിൻ്റെ ബാങ്ക്. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, തയ്യാറായില്ല. കേരളത്തിൻ്റെ ഹൈക്കോടതി നിരന്തരം ആവശ്യപ്പെട്ടു. എങ്ങനെ കടം എഴുതി തള്ളാതിരിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ നോക്കിയത്. പക്ഷേ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കടം എഴുതി തള്ളാമെന്നുള്ള വകുപ്പ് പോലും മറന്നുകൊണ്ട് കടം എഴുതി തള്ളിയില്ല. ഇപ്പോൾ 18 ലക്ഷം കോടിയുടെ 18.5 കോടിയുടെ ബാധ്യത കേരളത്തിലെ സർക്കാർ ഏറ്റെടുത്ത് അവരുടെ ഏതാണ്ട് 1600-ഓളം വരുന്ന ലോണുകൾ ഒഴിവാക്കി. ഈ ബദൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ ഈ രാജ്യത്തെ ഞാൻ പറയട്ടെ അജിൻസ് ഒരു കാര്യം, ഇവരാരെയാണ് വളർത്തുന്നത്? ഇന്ന് അദ്ദേഹം പട്ടിണിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇവിടെ ലോകാരോഗ്യ സംഘടനയുണ്ട്, ഐക്യരാഷ്ട്രസഭയുണ്ട്, ലോകത്ത് ഇതിനെല്ലാം അളക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം ലോകത്തെ അതിദരിദ്രരുള്ള 5 രാജ്യങ്ങളിൽ ഒരു രാജ്യമായി ഇന്ത്യ നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തവരായി ആരുമില്ലാതെ ഈ കേരളത്തെ സംരക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇകഴ്ത്തുന്ന ഈ കേരളം ഇന്ത്യയിലേത് റാങ്കിങ്ങിലാണ്, ജീവ നിലവാരത്തിന്റെ റാങ്കിങ്ങിലാണ് പുറകെ പോയിട്ടുള്ളതെന്ന് BJP-യും കോൺഗ്രസും പറയട്ടെ. ഇവിടെ ശിശുമരണ നിരക്ക് ലോകത്ത് അമേരിക്കയേക്കാൾ മുന്നിലാണ് കേരളം. മാതൃമരണ നിരക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളം. സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും മുന്നിലായി കേരളം നിൽക്കുന്നു. തീർച്ചയായും ശ്രീ സേനാപതി വേണു ഇവിടെ ഏറ്റവും ഒടുവിൽ ഒരു മിനിറ്റ് ഇവിടെ സേനാപതി വേണു ഇവിടെ വിരൽ ചൂണ്ടുന്ന കോൺഗ്രസുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക കേരള സഭയിൽ അടക്കം മാറി നിൽക്കുന്ന ആ സമീപനം അതുകൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷ അന്ന് BJP എന്ന രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിടേണ്ടി വരും. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതം ജനങ്ങൾ കണ്ടുപോയാൽ നേതാക്കന്മാർ കട്ടുകൊണ്ടുപോയ കോടികളുടെ കണക്ക് പറയുന്നത്. നിങ്ങൾ ഇത് ആരെ പേടിപ്പിക്കുന്നത്? ഭീകരതയെ ഈ രാജ്യം ഭയക്കുകയാണ്.
വികലമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ഈ രാജ്യം ഓക്കേ, ഓക്കേ, സേനാപതി വേണു മനസ്സിലായില്ല, അവിടെ സേനാപതി വേണുവിലേക്ക്. ഞാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോക കേരള സഭ ഇന്നോ ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ അല്ല, ഇതിങ്ങനെ എല്ലാ വർഷങ്ങളും നടക്കുന്നു. ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വർഷാവർഷം പെരുന്നാൾ നടക്കുമ്പോൾ വെടിക്കെട്ട് നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ എല്ലാ കൊല്ലവും പ്രഭാത ഭക്ഷണത്തിന് 2000, 3000 ഇങ്ങനെ കുറെ കണക്കുകൾ എഴുതി പോകുന്നല്ലാതെ പ്രവാസിക്കോ മലയാളിക്കോ ഇതിൻ്റെതായ ഒരു ഗുണവും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുന്നു. ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കൗതുകരമായിട്ടാണ് തോന്നുന്നത്. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ചെന്നാൽ അവിടെ 30% മുതൽ 70% വരെ, നേരത്തെ 50 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക, പഠിക്കാൻ പിള്ളേർ വരുന്നില്ലെന്നേ. നമ്മൾ കേരളത്തിനെ ഈ ലോകോത്തര കേരളമാക്കിയ ലോകത്തിലെ ചികിത്സാരംഗം, കളക്ടറുടെ വണ്ടി പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഇവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ആരുടെയാ, നമ്മുടെ പേര് ഞാനങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞാൽ കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടായ കളക്ടർക്ക് അറിയാം ജീവൻ പോകുന്നുള്ളത്. ഡോക്ടറുടെ തലക്കിട്ട് വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. കേരളത്തിലെ നമ്മൾ ഈ ചികിത്സാ രംഗത്തെക്കുറിച്ചൊക്കെ പറയാം, അമേരിക്കയെ വെല്ലുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പിന്നെ എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്? ഇതെല്ലാം വലിയ പ്രചരണമാണ്. ആ പ്രചരണങ്ങൾ നിങ്ങൾ നടത്തിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ആ പ്രചരണത്തിനെതിരെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളം ഭരിക്കുമ്പോൾ ഒരൊറ്റ കാത്ത് ലാബ് ഹൃദയ സംബന്ധിയായ അസുഖത്തിനുള്ള ഒരു കാത്ത് ലാബ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലാ ആശുപത്രിയിൽ ഗവൺമെന്റ് മേഖലയിൽ ഒന്ന് ഉണ്ടായിരുന്നോ? ഇപ്പൊ എല്ലാ ജില്ലയിലും ഉണ്ടല്ലോ. നിങ്ങൾ എന്തായിരുന്നു കളവ് പറയുന്നത്? നിങ്ങൾ ഭരിക്കുമ്പോൾ എത്ര ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ? ആകെ 8 എണ്ണം. ഇന്ന് കേരളത്തിൽ 118 എണ്ണമായി, എല്ലാ താലൂക്കുകളിലുമായി. നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോകോത്തരമായ ഏത് ശസ്ത്രക്രിയയും കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിൽ നടത്താൻ വേണ്ടി കഴിയും. ഹൃദയം മാറ്റി വെക്കാൻ വേണ്ടി പറ്റും, കരൾ മാറ്റി വെക്കാൻ വേണ്ടി പറ്റും, വൃക്ക മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. കേരളത്തിലെ ഗവൺമെന്റ് ജില്ലാ നിലവാരത്തിലെ ആശുപത്രിയിൽ നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് സ്വപ്നം കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അത് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എനിക്ക് ജയചന്ദ്രൻ സാറിലേക്ക് കൂടി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ പോകാനാകുന്നില്ല. സോറി ശ്രീ എം ജയചന്ദ്രൻ. എന്തായിരുന്നാലും കേരളത്തിന്റെ പ്രതിപക്ഷമാകരുത്. സർക്കാരിനെ, ഭരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ചെയ്യേണ്ടത്. കേരള ജനതയുടെ ആകെ പ്രതിപക്ഷമായി മാറരുത്. ഇതാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.